ഹലോ, നമസ്കാരമുണ്ട്. ഡെഡ് പൂൾ ആൻഡ് വൂൾവറിൻ ഒരു മാർവൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് തിയേറ്ററിൽ പോയി കണ്ട്, ഡോൾബിയിൽ തന്നെ കണ്ട്. കാരണം മാർവൽ സിനിമകളൊക്കെ ഡോൾബി ഐമാക്സിൽ ഇതിലൊക്കെ കണ്ടാലേ ആ കാണുന്നതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. മാർവൽ മൂവീസ് ഇത് കാണുന്ന ഈ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും, അറിയാം എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഡെഡ് പൂൾ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്, വൂൾവറിൻ എന്ന് പറഞ്ഞ വേറൊരു ക്യാരക്ടറാണ്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് മാർവൽ. ഞാനത് വളർന്നു വരുന്ന സമയത്ത് മാർവൽ കോമിക്സ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. നമുക്ക് ഡി സി കോമിക്സിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സൂപ്പർമാൻ, ബാറ്റ്മാൻ, ഇങ്ങനത്തെ സാധനം. സ്പൈഡർമാൻ മാർവലാന്ന് തോന്നില്ലേ, എന്താണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൂടിയിട്ട് കൺഫ്യൂഷനാണ് ചില സമയത്ത്. ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്, അതായത് 70-80കളിൽ ഇന്ദ്രജാൽ കോമിക്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇന്ദ്രജാൽ കോമിക്സിൽ ഒരു മജീഷ്യൻ മാൻഡ്രേക്കും പിന്നെ ഒരു ലോതർ മാൻഡ്രേക്ക്, അതേമാതിരി ഫാൻറ്റം, ഇതൊക്കെയാണ് നമുക്ക് ഇതുണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഇല്ലാണ്ടായി, ഇതിപ്പോൾ ആരും വായിക്കാണ്ടായി എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റുവലായിട്ട് അന്നത്തെ സെൻസിബിലിറ്റീസ് വെച്ചിട്ടാണ് ആ കോമിക്സൊക്കെ എഴുതിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് സമൂഹം ധാരാളം പുരോഗമിച്ചത് കൊണ്ട് അതിലുള്ള ഇന്നത്തെ ചില സെൻസിബിലിറ്റീസിന് അന്നത്തെ കഥകൾ, അന്നത്തെ ക്യാരക്ടേഴ്സ് ഒന്നും അത്രയും കൂടെ യോജിച്ച് പോകാതെ വരുന്നുണ്ടെന്നുള്ള എൻ്റെ ഒരു തോന്നലാണ്. മാർവൽ കോമിക്സ് ഞാൻ മുമ്പൊന്നും അത് വായിക്കുക എന്നുള്ളതല്ല, അത് സിനിമ വരുന്ന സമയത്തും കാണുക എന്നുള്ളത് വലിയൊരു ഇതൊന്നും ആയിരുന്നില്ല. ഇൻ ദ പ്രോബ്ലി പാസ്റ്റ് 6-7 years ആണ് ശരിക്കും ഇത് കണ്ടു തുടങ്ങിയത്. കാരണം കുട്ടികൾക്കൊക്കെ അത് കാണാൻ താല്പര്യമുണ്ട്, റിലീസാകുമ്പോൾ പോയി കാണുക എന്നൊക്കെ. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അത് ഒരു കോൺട്രാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഡെഡ് പൂൾ എന്ന് പറഞ്ഞ ക്യാരക്ടറും അതേപോലെ റയൻ റെയ്നോൾഡ്സ് എന്നുള്ള ആളാണ് ഡെഡ് പൂളായിട്ട്, പിന്നെ വോൾവറിനായിട്ട് നമ്മൾ ഹ്യൂഗ് ജാക്ക്മാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ക്യാരക്ടറിൽ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. ഡെഡ് പൂൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം തമാശയാണ്. എന്താ പറയുക, വായ തുറക്കുന്നത് കാണാൻ പറ്റില്ല, കാരണം വെച്ചാൽ മുഖംമൂടി ഉള്ളതുകൊണ്ട്. പക്ഷെ എന്തെങ്കിലും പറയാൻ നോക്കി കഴിഞ്ഞാൽ അതിൽ തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ R-rated ആണ് ഡെഡ് പൂൾ ഉള്ള. മാർവൽ കോമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുട്ടികളെ കാണിക്കാൻ. അപ്പോൾ ഡെഡ് പൂൾ എന്ന് പറയുന്നത് മൂപ്പരുടെ വർത്തമാനം എപ്പോഴും തെറി പറയുന്നതുകൊണ്ട്, തെറി ബിലോ ദ ബെൽറ്റ് ജോക്സ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് R-rated ആണ് ഡെഡ് പൂളിൻ്റെ മുമ്പ് വന്ന സിനിമകൾ. വൂൾവറിൻ ആണെങ്കിൽ ക്യാരക്ടർ കുറച്ചും കൂടെ സീരിയസ് ആണ്, ഭയങ്കര ഇതാണ്. അപ്പം അങ്ങനെ ഇവർ രണ്ടുപേരുടെ ആ കോൺട്രാസ്റ്റ് വളരെ രസകരമായിട്ട് ഇതിലെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഷോ സ്റ്റീൽ ചെയ്യുന്നത് നമ്മളെ ഡെഡ് പൂൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിലുള്ള ഷണ്ടുകളും അതേമാതിരി ആക്ഷൻ ആൻഡ് ബോത്ത് കോൺവെർസേഷൻസ്, കോമഡി സംഭവങ്ങളൊക്കെ ഇതായിട്ട് വരുന്നുണ്ട്. കഥയിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല, കാരണം നിങ്ങൾ സിനിമ കാണുക. ഞാൻ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, ഈ മാർവൽ കോമിക്സിൽ, ഈ സിനിമകളിൽ ഇപ്പോൾ ചിലപ്പം എന്താ പറയുക, ഒരു സൂപ്പർ ഹീറോ മരിച്ചു വിചാരിക്കുക, യുദ്ധത്തിൽ മരിച്ചു, അങ്ങനെയൊക്കെ മരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വോൾവറിനും ഏതോ ഒരു ഇതിൽ മരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ ഗെയിം എന്ന് പറഞ്ഞതിലാണെന്ന് തോന്നുന്നു നമ്മളുടെ അയൺ മാൻ മരിക്കുന്നത്. പക്ഷേ ആര് മരിച്ചാലും അവരെ വെച്ചിട്ട് വീണ്ടും സിനിമ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മാർവൽ യൂണിവേഴ്സ് കിടക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടിവേഴ്സ് എന്നുള്ള കോൺസെപ്റ്റിൽ, അതായത് അനേകം യൂണിവേഴ്സുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു യൂണിവേഴ്സിൽ ഒരാൾ മരിച്ചാലും വേറൊരു യൂണിവേഴ്സിൽ അയാൾ ജീവനോടെ ഉണ്ടാവും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. അപ്പോൾ ഏത് സൂപ്പർ ഹീറോനെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഇവർ കഥ പറഞ്ഞു കൊന്നാലും പിന്നെയും അതിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അതിന് ഭയങ്കര രസകരമായിട്ട് സംഭവിച്ചു തോന്നി. വിഷ്വൽസ് രസകരമാണ്, ആക്ഷൻ രസകരമാണ്. ഒരു ഡെഡ് പൂൾ മാതിരിയല്ല, ഇതിൽ അനേകം ഡെഡ് പൂളുകളെ കാണാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ട്. പിന്നെ ഡയലോഗുകളുടെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. അതായത് കുട്ടികൾക്കുള്ള തമാശകളല്ല, ഞാൻ മോനെ കൊണ്ടൊക്കെ പോയത് കേട്ടോ. കാരണം അവനിപ്പോൾ 17 വയസ്സായി, പ്രശ്നമൊന്നുമില്ല, നമ്മളായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും അതിൽ പറയുന്നുണ്ട്, ഡെഡ് പൂൾ പറയുന്നുണ്ട്, ഇറ്റ് വാസ് ലൈക്ക് പിനോക്കിയോ ത്രസ്റ്റിങ് ഹിസ് നോസ് ഇൻ മൈ ആസ്. അതായത് പിനോക്കിയോൻ്റെ കഥ അറിയില്ലേ? പിനോക്കിയോൻ്റെ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിനോക്കിയോ കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിനോക്കിയോൻ്റെ മൂക്ക് ഇങ്ങനെ വലുതാവും. അപ്പോൾ അയാൾ പറയാം, ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിനോക്കിയോ മൂക്കിൻ്റെ ആസനത്തിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതായത് മൂക്ക് വലുതായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അതായത്
ഭയങ്കര രസകരമായിട്ടുള്ള ഗ്രാഫിക്കലായിട്ട് ഈ കാര്യങ്ങൾ ഡയലോഗുകൾ പറയുന്നത്, അത് ആ ഡെലിവറി ഭയങ്കര രസമാണ്. മാത്രമല്ല അയാളുടെ മുഖം കാണിക്കുന്നത്, ഡെഡ്പൂളിൽ റയൻ റെയ്നോൾഡ്സിൻ്റെ മുഖം കാണിക്കുന്നത് വളരെ കുറച്ച് സമയത്തേ ഉള്ളൂ. കാരണം മുഴുവൻ സമയം ബട്ട് ആ ഡയലോഗ് കൊണ്ട് യു ക്യാൻ, ഒരു ഫേസ് എക്സ്പ്രഷൻ ഇല്ലെങ്കിലും നമുക്ക് ആ മുഖം മൂടിയാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും ആ ഡയലോഗുകൾ ഭയങ്കര അനിമേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നത് അതൊരു ഭയങ്കര ഒരു സ്കിൽ തന്നെയാണ്, നോട്ട് ജസ്റ്റ് ഓഫ് ദ ആക്ടർ, പക്ഷേ ആ ഡയലോഗ്സ് എഴുതുന്ന ആളുടെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുഖം കാണിക്കാണ്ട് നമുക്ക് പറയുന്ന ഡയലോഗ് വളരെ രസകരമായിട്ട് കാണികൾക്ക് തോന്നണമെന്നുള്ളത്. ഐ തിങ്ക് ദാറ്റ് വാസ് ഡൺ. അപ്പം നിങ്ങൾക്ക് മാർവൽ യൂണിവേഴ്സ് ഇഷ്ടമാണ്, അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ആൻഡ് പിന്നെ നമ്മളെ സ്ലിംഗ് ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വെസ്ലി സ്നൈപ്സ് അഭിനയിച്ചൊരു സിനിമ ഉണ്ട് പഴയത്. അപ്പോൾ ഇവരൊക്കെ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. എലക്ട്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ, അവർ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വേറെ അവിടുന്ന് ഇവിടുന്നൊക്കെ. കാരണം മാർവലിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ഒരാളിലോ രണ്ട് സൂപ്പർ ഹീറോയിലാണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സൂപ്പർ ഹീറോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമേൻ്റെ ഇടയിലൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് മാർവൽ സിനിമ കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ സിനിമ കഴിഞ്ഞിട്ട് അപ്പം തന്നെ എണീച്ചാണ്ട് ഓടണ്ട. കാരണം ആ സിനിമയിൽ എല്ലാ ക്രെഡിറ്റ്സും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം കുറച്ച് ഒരു മിനിറ്റ് 1.5 മിനിറ്റിൻ്റെ വേറെയും കാണിക്കും. അതൊരു ജനറലി ഒരു രസകരമായിട്ടുള്ള സാധനം. അപ്പം മാർവൽ കാണുന്ന സമയത്ത് ആരും അത് കഴിഞ്ഞാൽ പോവില്ല, അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ആ ഒരു 1.5 മിനിറ്റും കൂടെ കണ്ടിട്ടേ പോവുള്ളൂ. അപ്പം പോവുക, ആഘോഷിക്കുക, കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സിനിമ കാണുമ്പോൾ വീണ്ടും എന്തെങ്കിലുമായിട്ട് വരാം. നമുക്കങ്ങനെയാക്കാം.